ഇങ്ങോട്ട് വന്ന ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ സ്റ്റാറ്റസ് എന്താകും? ഇപ്രാവശ്യം എങ്ങാനും മാർക്ക് കുറഞ്ഞ അയ്യോ അച്ഛനറിഞ്ഞ എന്നെ കൊല്ലും. കഴിഞ്ഞ പ്രാവശ്യം മാർക്ക് കുറഞ്ഞു പറഞ്ഞ് എൻ്റെ ഈ കാലില് ചട്ടങ്ങ് വെച്ച് പൊള്ളിച്ചു. 3 ദിവസം ഞാൻ പേടിച്ച് പനി പിടിച്ച് കിടന്നേ. ഇങ്ങോട്ട് വാടി, ഇങ്ങോട്ട് വരാൻ. മോഡൽ എക്സാമിന് ഇതാണ് മാർക്കെങ്കിൽ നീ എങ്ങനെ ഫുൾ A+ വാങ്ങൂടി? നീ ലോഹത്തിന്റെ ചൂടൊന്ന് അറിയേ. എനിക്ക് മോണാക്കിലും പാട്ടിലൊക്കെ 1-ാം സ്ഥാനം ഇല്ല അച്ഛാ. നിർത്തടി നിന്റെ ഒരു മോണാക്ടും പാട്ടും. ഫുൾ A+. അതിൽ കുറഞ്ഞൊന്നും വാണിച്ച് നീ വീടിന്റെ പടി കിടക്കണ്ട കേട്ടോടി. അയ്യോ വീട്ടിൽ ചെന്ന അമ്മ പട്ടിണിക്കിടും, അച്ഛൻ ചട്ടങ്ങ് വെച്ച് പൊള്ളിക്കും. എന്തായി മോളെ, നിന്റെ റിസൾട്ട് അറിഞ്ഞോ? എത്ര A+ ഉണ്ട്? അത് പോട്ടെ, കഴിഞ്ഞ വർഷത്തിന്റെ മോണാക്ട് എക്സലന്റ്. നീ അത് ടീച്ചറിന് വേണ്ടി കാണിച്ചേ. മോണാക്ടില്ല ടീച്ചറെ, ഇപ്പൊ കാണിക്കാം. ഞാൻ രാവണൻ, ലങ്കാധിപൻ, സർവസംഹാര ശക്തിയും കൈ മുതലായവൻ. എല്ലാ രാജാക്കന്മാർക്കും നാം ഒരു ഉപദേശം നൽകാം. ഏത് മംഗളകരമായ പ്രവൃത്തിയും വളരെ പെട്ടെന്ന് പൂർത്തിയാക്കുക. അശുഭകരമായ ഏത് പ്രവൃത്തിയും പറ്റുന്നത്ര വൈകിപ്പിക്കുക. അല്ലയോ ലങ്കാധിപ, ഇത്രയും വിവേകവും ബുദ്ധിയുമുള്ള അങ്ങ് എന്തിനാണ് മറ്റൊരാളുടെ പത്നിയെ ഈ ഉദ്യാനത്തിൽ തടവിലാക്കിയിരിക്കുന്നത്? ഓ, ഞാൻ ലങ്കാ ലക്ഷ്മി, ലങ്കയുടെ കാവൽക്കാരി. നീ ആരാണ്? എന്തിനു വന്നു? നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ? രാവണ, നിന്റെ നാശം അടുത്തിരിക്കുന്നു. ലങ്കയുടെ നാശം. അവൻ വരട്ടെ, നമ്മോട് യുദ്ധം ചെയ്ത് സീതയെ സ്വന്തമാക്കട്ടെ. സ്വന്തമാക്കട്ടെ, സ്വന്തമാക്കട്ടെ, സ്വന്തമാക്കട്ടെ. അല്ല ടീച്ചറെ, അവരെന്റെ സ്വന്തമല്ല, അല്ലെങ്കിൽ അവരിങ്ങനെ എന്നെ തല്ലും ടീച്ചറെ. ഇതെന്താ ടീച്ചറെ? ഇവിടെ ജീവിക്കണമെങ്കിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഫുൾ A+ വാങ്ങണോ? മോള് വിഷമിക്കണ്ട, ഞാൻ നിന്റെ രക്ഷിതാക്കളോട് സംസാരിക്കാം. വേണ്ട ടീച്ചറെ, വേണ്ട. എന്റെ തല പുകയുന്നു. ഞാൻ ഇവിടുന്ന് പോവാ. എന്റെ തല. എന്നടി എന്തൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്ക? അഴാതെ സാപ്പിട്, എല്ലാമേ ശരിയാവും. കാശൊന്നും വേണ്ട, കാശൊക്കെ പിന്നെ തന്നാ മതി. അണ്ണൻ പോയി നാളെ വരാം. എനിക്ക് അച്ഛനും വേണ്ട, അമ്മയും വേണ്ട, എനിക്ക് കയറ് മതി. നിങ്ങൾക്കറിയോ, എനിക്കും ഉണ്ടായിരുന്നു ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും. അതൊക്കെ തകർത്തത് നിങ്ങളാണ്, ഈ സമൂഹമാണ്. ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് നിങ്ങൾ കരുതിയോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. തോൽവിയുടെ പേര് പറഞ്ഞ് നിങ്ങൾ കുട്ടികളെ ഒറ്റപ്പെടുത്തുമ്പോൾ അവർ ചിലപ്പോൾ ചെന്നെത്തുന്നത് ലഹരി മാഫിയയുടെ കൈകളിലേക്കോ അല്ലെങ്കിൽ മരണത്തിലേക്കോ ആയിരിക്കാം. അങ്ങനെയുള്ളവരുടെ അടുത്ത് ചെന്ന് 2 വാക്ക് പോട്ടെ, സാരമില്ല. ഈ ലോകം അക്കാഡമിക് കഴിവുകളെ മാത്രം പ്രോത്സാഹിപ്പിക്കാനുള്ളതല്ല. കുട്ടികളുള്ള വിവിധ കഴിവുകളെയും അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം. UP വിഭാഗം മോണാക്ട് മത്സരത്തിന് ശേഷം